ഫ്രണ്ട്സ് വൺസ് അഗൈൻ വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ് അജയ് ടെക് ടിപ്സ്. ഞാൻ അജയ്, നിങ്ങളേവർക്കും സുപരിചിതൻ. അപ്പോൾ ഞാനിന്ന് വന്നത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ എന്താണെന്നൊക്കെ നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. കാരണം 2-3 പേര് കമൻറ്റ് ഇതിന് മുമ്പുള്ള വീഡിയോയിൽ കമൻറ്റ് ഇട്ട് ചോദിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ കിട്ടണമെങ്കിൽ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം പേർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം യൂസ്ഡ് മൊബൈൽ വാങ്ങുമ്പം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് പറയാൻ വെച്ചാൽ നിങ്ങളിപ്പോൾ യൂസ്ഡ് മൊബൈൽ എവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങുമ്പോൾ ഈ ഒരു കാര്യം നോക്കണം. നിങ്ങൾ വാങ്ങണ ഫോണിൻ്റെ IMEI നമ്പർ, ലോകത്ത് ഓരോ ഫോണിനും ഓരോ IMEI നമ്പർ ആയിരിക്കും ഉണ്ടാവുക. ഡുവൽ സിം ഫോണാണെന്ന് വെച്ചാൽ 2 IMEI നമ്പർ ഉണ്ടാവും. അത് നിങ്ങളുടെ ഫോണിലുള്ളത് വേറെ ആർക്കും ഉണ്ടാവില്ല, യൂണിക് നമ്പറാണ്. അപ്പോൾ ഈ നമ്പറിൻ്റെ പേരിൽ എന്തെങ്കിലും കേസോ അങ്ങനെ മോഷ്ടിച്ചതാണോ, ബ്ലാക്ക് ലിസ്റ്റ് ആണോ, അപ്പോൾ നമ്മൾ മോഷ്ടിച്ച ഫോണൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്താൽ ഫസ്റ്റ് ഈ IMEI നമ്പർ ബ്ലാക്ക് ലിസ്റ്റ് ആക്കുക ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരുമ്പം ഇത് സെക്കൻഡ് ഹാൻഡ് വാങ്ങുന്നവർക്ക് എന്ത് ചെയ്യും, അവർ കൊടുക്കുകയും ചെയ്യും, ആദ്യത്തെ ഓണർക്ക് ഹാൻഡ് ഓവർ ചെയ്യേണ്ടിയും വരും. അപ്പോൾ IMEI നമ്പർ നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്തിട്ട് ഈ ഒരു സൈറ്റിൽ, അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഏത് സൈറ്റിലാണെന്നുള്ളത് അതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതായത് സഞ്ചാർ സാത്തി പറഞ്ഞ സൈറ്റ്, അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആ സൈറ്റിനെ പറ്റിയിട്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടണിലുണ്ട്, ജസ്റ്റ് ഒന്ന് കാണാം, എൻ സ്ക്രീനിലും ഉണ്ടാവും. ഈ സഞ്ചാർ സാത്തി വെബ്സൈറ്റിൽ പോയിട്ട് IMEI വെരിഫിക്കേഷൻ നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ അത് ബ്ലാക്ക് ലിസ്റ്റഡ് ആണ്. അപ്പോൾ എൻ്റെ ഫോണിൻ്റെ IMEI നമ്പർ വിവോ V20 Pro V21 5Gൻ്റെ IMEI നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. IMEI നമ്പർ ഞാൻ ബ്ലർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണരുത്, അത് സീക്രട്ട് നമ്പറാണ്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഫുള്ള് നിങ്ങൾക്ക് കാണാം. ഇത് ബ്ലാക്ക് ലിസ്റ്റഡ് അല്ലാത്ത ഫോണാണ്. ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ട്യൂട്ടോറിയൽ വീഡിയോ വേണമെങ്കിൽ താഴെ കമൻറ്റ് ഉണ്ടാവുക. 10 കമൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വീഡിയോ ചെയ്യും. അപ്പോൾ ഈ IMEI നമ്പർ ഫസ്റ്റ് ബ്ലാക്ക് ലിസ്റ്റഡ് ആണോ അല്ലയോ നോക്കാം. ബ്ലാക്ക് ലിസ്റ്റഡ് ആണെന്ന് ഒരിക്കലും എടുക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പം പല സോഴ്സിൽ നിന്നും നമുക്ക് യൂസ്ഡ് മൊബൈൽ ഫോൺ വാങ്ങാം. നമുക്ക് അത് ഡിവൈഡ് ചെയ്യാം. നമുക്ക് 1, 2, 3, 4, 5 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതിൽ ഫസ്റ്റ് നമുക്ക് പറയാം റീറ്റെയിൽ ഔട്ട്ലെറ്റ്. ഇപ്പോൾ കോഴിക്കോടാണെന്ന് വെച്ചാൽ ഗൾഫ് ബസാർ, ദുബായ് ബസാർ, ഫോറിൻ ബസാർ, ഇങ്ങനെയുള്ള എല്ലാ ബസാറിൽ നിന്നും ആണ് നമ്മൾ വാങ്ങുക. അല്ലെങ്കിൽ മൊബൈൽ ഷോപ്സുകൾ, അതിന് ഒരു ജെനുവിനിറ്റി ഉണ്ടാവും. അത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുക്കണമെന്ന് നോക്കാം. ഇനി രണ്ടാമത് നമ്മൾ എടുക്കുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ഏറ്റവും തട്ടിപ്പുകളും വരാം. ഒന്നെങ്കിൽ OLX അല്ലെങ്കിൽ മാർക്കറ്റ് പ്ലേസ്, ഫേസ്ബുക്കിൻ്റെ. ഇതിൽ നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതെന്താണെന്ന് പറഞ്ഞുതരാം. പിന്നെ നമ്മൾ വാങ്ങുക ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിൻ്റെ അടുത്തുനിന്ന് വാങ്ങും. മൂന്നാമത് അത് വലിയ കുഴപ്പമില്ല, സേഫാണ്, നമുക്ക് അറിയുന്ന ആളാണെങ്കിൽ പ്രശ്നമില്ല. പിന്നെ മൂന്നാമതാണ് ശ്രദ്ധിക്കേണ്ടത് ഈ റോഡ് സൈഡിൽ നിന്നൊക്കെ. ഇപ്പോൾ കോഴിക്കോട് ആകുമ്പോൾ നമുക്ക് പറയാം തിരൂർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. തിരൂർ സേരിയെന്നവരെ എന്നെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യരുത്, എനിക്ക് എതിരെ പൊങ്ങാലിടരുത്. പക്ഷെ നമ്മൾ പറയണം. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് തന്നെ IMEI നമ്പർ കാര്യങ്ങളൊക്കെ. കാരണം അല്ലെങ്കിൽ സ്ട്രേഞ്ചേഴ്സ് ഒരു മൊബൈൽ വെക്കാണ്ട് ഒന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ നമ്മൾ ഗൾഫ് ബസാർ പോകുമ്പോൾ തന്നെ ആരെങ്കിലും വിൽക്കാൻ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവരോട് വാങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഷോപ്പത്തെ ലാഭമല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങും. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് റോട്ടിൽ നിന്ന് കണ്ടിട്ട് ബസ്സിൽ നിന്നൊക്കെ പരിചയിച്ച് എൻ്റെ മൊബൈലൊന്ന് വെക്കാണ്ട് ഒരു ടൈറ്റാണ്, അവിടെ ശ്രദ്ധിക്കുക. അപ്പം ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ്. ഫസ്റ്റ് നമുക്ക് പറയാം റീറ്റെയിൽ ഔട്ട്ലെറ്റിൽ നിന്നാണ് നമ്മൾ ഫോൺ വാങ്ങുന്നുണ്ടെങ്കിൽ ഫോണ് അഴിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. അതായത് ഊരിയിട്ടുണ്ടോയെന്ന് നോക്കുക. കാരണം അയച്ചിട്ടുണ്ടെങ്കിൽ പല പാർട്സ് റീപ്ലേസ് ചെയ്യാനും അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് പാർട്സ് ആയിരിക്കും ഇട്ടുണ്ടാവുക. ലൈക്ക് ബാറ്ററി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ബാറ്ററി നിങ്ങൾ ചെക്ക് ചെയ്യുക. ബാറ്ററി എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നൊക്കെ ഇതിന് മുമ്പുള്ള വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അത് നിങ്ങൾ നോക്കുക. ബാറ്ററീൻ്റെ ഹെൽത്തൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കുക. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് വീണിട്ടുണ്ടോ ഇല്ലയോ, ഇവരെ സ്ക്രാച്ചോ ഡെൻറ്റോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ ക്യാമറ ഫോട്ടോ എടുത്ത് അത് കറക്റ്റ് തന്നെയാണോ നോക്കുക. ഇതിലത്തെ ഡിസ്പ്ലേയിൽ മാത്രമല്ലാണ്ട് നിങ്ങൾ PC-യിലിട്ട് നോക്കാൻ പറ്റിയ അത്രയും നല്ല. ഇനി PC ഇല്ലെങ്കിൽ നിങ്ങൾ വേറൊരു ഫോണിലേക്ക് സെൻഡ് ചെയ്തിട്ടും കൂടെ നോക്കാം. പിന്നെ ഡിസ്പ്ലേ കറക്റ്റ് ആണോ. ഇപ്പോൾ ചിലതിൻ്റെ AMOLED ഡിസ്പ്ലേ ആയിരിക്കും, അത് മാറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഞാൻ ഫസ്റ്റ് പറഞ്ഞു. ഊരിയ സെറ്റാണോ എന്ന് നോക്കുക. ഊരിയതാണെങ്കിൽ നിങ്ങൾ ആ മാർക്കറ്റ് പ്രൈസിന് കുറച്ചിട്ടേ വാങ്ങാൻ പാടുള്ളൂ. കാരണം പല പാർട്സും ഡ്യൂപ്ലിക്കേറ്റും. പിന്നെ iPhone ആണ് വാങ്ങുന്നത് വെച്ചാൽ അതിൻ്റെ ബാറ്ററി ഹെൽത്ത് കറക്റ്റായിട്ട് നോക്കുക. ഇല്ലെങ്കിൽ എന്താ, നിങ്ങൾക്ക് നല്ല പണി കിട്ടും. iPhone നല്ല ലാഭത്തിന് കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി നോക്കും. ലാസ്റ്റ് എന്താ,
അതുണ്ടാവില്ല. പിന്നെ അത് അറിയണ്ട നിങ്ങൾക്ക് കോഡ് സി. അപ്പോൾ ഐഫോൺ വാങ്ങുന്നവർക്ക് അതിൻ്റെ കുറിച്ച് കൂടുതൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. കാരണം നമ്മൾ അതിൻ്റെ റീഫാബ്രിസ്റ്റ് ആണോ ഒറിജിനൽ ആണോ അങ്ങനെയുള്ള കാര്യങ്ങൾ പാർട്സ് മാറ്റിയതാണോ എന്നുള്ളതൊക്കെ നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഐഫോൺ വാങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക ഒറിജിനൽ ആണ്. അപ്പോൾ അതിൻ്റെ അത്ര തന്നെ അറ്റപ്പറ്റിയായിട്ടുള്ള കോപ്പീസ് ഉണ്ട്, പക്ഷേ അതിൽ ആൻഡ്രോയിഡ് ആയിരിക്കും. അത് നിങ്ങൾക്ക് 8ൻ്റെ പണിയും കിട്ടും. ഇനി OLX എടുക്കുമ്പോൾ നിങ്ങൾ കറക്റ്റ് ജെന്യുൻ നോക്കുക, അവരോട് ഒരു ID പ്രൂഫും കൂടെ നിങ്ങൾ വാങ്ങുക. കാരണം ഈ പറഞ്ഞ പോലെ മോഷ്ടിച്ച ഫോണാണെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും. കാരണം മോഷ്ടിച്ചിപ്പം നിങ്ങളുടെ പണ്ടിറങ്ങിയ ദുൽഖറിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു, മോഷ്ടിച്ച ഫോണുകളും ലാപ്ടോപ്പൊക്കെ വെക്കുന്നത്. ഏതാ പടം എന്ന് ഞാൻ പറഞ്ഞിട്ട് ജസ്റ്റ് പടത്തിൻ്റെ പ്രൊമോഷൻ ആവുമെന്ന് പറയും. അതുകൊണ്ട് ഞാനത് പറയുന്നത് ആ ഒരു പടത്തിൽ കറക്റ്റ് കാണിക്കേണ്ട ഇങ്ങനത്തെ തട്ടിപ്പുകൾ. അപ്പം ആ പടം ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള മറുപടി ഞാൻ കമൻ്റായിട്ട് തന്നെ തരാം. കാരണം വെച്ചാൽ അത് കറക്റ്റായിട്ട് കാണിക്കേണ്ട ഒരു എങ്ങനെ മോഷ്ടിച്ച സാധനം അവർ വിൽക്കുന്നുണ്ട്. അപ്പം നിങ്ങളത് ശ്രദ്ധിക്കുക. സ്ട്രേഞ്ചേഴ്സിനോട് അതേ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് അല്ലെങ്കിൽ OLX എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. വല്ല ക്രൈം സീനിൽ കിടന്ന ഫോണൊക്കെയാണ്, അല്ലെങ്കിൽ ക്രിമിനൽസ് യൂസ് ചെയ്ത ഫോണൊക്കെയാണെന്ന് വെച്ചാൽ അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് കേസ് വരും. അതിന് നിങ്ങൾ IMEI ആദ്യം എവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ IMEI ആദ്യമായിട്ട് സഞ്ചാർ സാത്തിയിൽ പോയിട്ട് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്ത് നോക്കുക അതിൻ്റെ പേരിൽ എന്തെങ്കിലും കേസ് ഉണ്ടോ ഇല്ലയോ എന്ന്. പിന്നെ നിങ്ങൾ നോക്കുക ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് എടുക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ പിന്നെ നല്ലൊരു ആപ്ലിക്കേഷൻ ഉണ്ട് അതിൻ്റെ ഏതാണ് ആപ്ലിക്കേഷൻ പേര് അത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിൽ നമ്മൾ എന്ത് ചെയ്യുക, സെക്കൻഡ് ഹാൻഡ് ഫോൺ വിൽക്കുമ്പം നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യല്ലോ. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ പറയുന്നുണ്ട് മൊബൈൽ ഡോക്ടർ പോലത്തെ, അല്ലെങ്കിൽ മൊബൈൽ ഡോക്ടർ. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഫുൾ മൊബൈൽ ഇൻസ്പെക്ട് ചെയ്യുക. നിങ്ങളിപ്പം റീറ്റെയിൽ ഔട്ട്ലെറ്റിൽ നിന്ന് എടുക്കുക, OLX നിന്ന് എടുക്കുകയാണ്, എത്ര റിലേറ്റീവ്സിനോട് ആരോട് എടുക്കുകയാണെങ്കിലും റീഫാബ് സൈറ്റിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ തിരൂർ സ്ട്രീറ്റിൽ നിന്ന് എടുക്കുകയാണെങ്കിലൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഫോണിൻ്റെ ഹെൽത്ത് നോക്കുക. സാംസങ് ഫോണിൽ അത് ഡിഫോൾട്ട് കോഡ്സ് ഉണ്ട്. അല്ലെങ്കിൽ എന്താ ഈ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ ഡോക്ടർ പോലത്തെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും ഏതൊക്കെ പാർട്ടിന് കുഴപ്പമുണ്ടെന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം ഫോൺ. പിന്നെ ഫ്രണ്ട്സിനോട് റിലേറ്റീവ്സും നമുക്ക് പ്രശ്നമില്ല, നമ്മൾ നാളെയും കാണുന്നതാണ്. സ്ട്രേഞ്ചേഴ്സ് അതേപോലെ തന്നെ ഈ സ്ട്രീറ്റ് സെല്ലേഴ്സ്, ഞാൻ പറഞ്ഞു സൺഡേ മാർക്കറ്റ് SM സ്ട്രീറ്റിലെ കാലിക്കറ്റ് ഉണ്ടാവാറുണ്ട്, തിരൂർ മാർക്കറ്റ്, ഇവരൊന്നും പിന്നീട് നമ്മൾ കാണില്ല. അങ്ങനെ സ്ട്രീറ്റ് സെല്ലേഴ്സിനോട് വാങ്ങുമ്പോഴാണ് ഈ കാര്യങ്ങൾ നോക്കുക. പറ്റുമെങ്കിൽ അവരോടൊരു ഡോക്യുമെൻറ്റും കൂടെ വാങ്ങുക. പിന്നെ ഈ പരിചയമില്ലാത്ത ആൾക്കാരോട് വാങ്ങാത്തതാണ് നല്ലത്. അത്രയും ലാഭത്തിന് തരാൻ വെച്ചാൽ മാത്രം വാങ്ങുക. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ചെക്ക് ലിസ്റ്റ് ഇട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ നോക്കുക. അതായത് IMEI വെരിഫൈ ചെയ്യുക സഞ്ചാർ സാത്തിയിൽ. പിന്നെ ഇങ്ങനത്തെ ഇത് ഡെൻറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക, ഫിസിക്കൽ ഡാമേജ്. പിന്നെ ഈ ഒരു മൊബൈൽ ഡോക്ടർ എന്നുള്ള ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് പറയുന്ന ആപ്ലിക്കേഷൻ, അതാകുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാം ഫ്ലിപ്കാർട്ട് അങ്ങനെയാണ് യൂസ്ഡ് ഫോൺസ് എടുക്കുന്നത്. അതിൽ സ്കാൻ ചെയ്ത് നോക്കും, എന്നിട്ടാണ് അവർ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നോക്കിയിട്ട് അതിൽ കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ധൈര്യമായിട്ട് അങ്ങ് എടുക്കുക. ഇപ്പം അങ്ങനെ മനസ്സിലായില്ലേ നിങ്ങൾക്ക് എങ്ങനെയാണ് യൂസ്ഡ് ഫോണ് അല്ലെങ്കിൽ റീഫാബ് ഫോണ് വാങ്ങാമെന്ന്. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ. പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ വീഡിയോസ് വേണമെങ്കിൽ എൻ്റെ വീഡിയോയുടെയൊക്കെ കമൻറ്റ് സെക്ഷനിൽ വീഡിയോ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിന് പോലെ ഇതേപോലെ വീഡിയോ ചെയ്യും. അപ്പം ഗുഡ് ബൈ.